മണ്ണിൽ ജനിച്ചിട്ടും മനസ്സ് ആകാശത്ത് വീണ് കിടക്കുന്ന ഒരു ഗണത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. നമസ്കാരം. കാലത്തിന്റെ നെറുകയിൽ നക്ഷത്രങ്ങൾ സംസാരിക്കുന്ന ജ്യോതിഷ വഴികളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഋഷിപ്രോക്തത്തിൽ ഇന്ന് നാം സംസാരിക്കുന്നത് ദേവഗണ നക്ഷത്രത്തെക്കുറിച്ചാണ്. പറഞ്ഞ പ്രകാരം മണ്ണിൽ ജനിച്ചിട്ടും മനസ്സ് വിണ്ണിൽ കുടുങ്ങിക്കിടക്കുന്ന ദേവഗണ നക്ഷത്രം. നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ കുറച്ചൊന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ മനസ്സിലാകാനുള്ള സാഹചര്യം ഒരുക്കും. നക്ഷത്രങ്ങളും ഗണവിഭാഗവും എന്ന ഭാഗത്തിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ അനന്തകോടിയുണ്ട്. പക്ഷേ ജ്യോതിഷത്തിലെ നക്ഷത്രങ്ങൾ 27 ഭാരതീയ ജ്യോതിഷം പരിഗണിക്കുന്നത് 27 നക്ഷത്രങ്ങളെ മാത്രമാണ്. ആ നക്ഷത്രങ്ങളെ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള പലതരത്തിലുള്ള വിഭജനങ്ങൾക്ക് ആചാര്യന്മാർ വിധേയരാക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭജനം തന്നെയാണ് ഗണവിഭജനം. ദേവഗണം, മനുഷ്യഗണം, അസുരഗണം എന്നിങ്ങനെ 3 ഗണങ്ങളായിട്ടാണ് 27 നക്ഷത്രങ്ങളെ വിഭജിച്ചിരിക്കുന്നത്. ഓരോ ഗണത്തിലും 9 നക്ഷത്രങ്ങൾ വീതമാണുള്ളത്. 3, 9, 27 ആകെ 27 നക്ഷത്രങ്ങളാണ് ജ്യോതിഷം പരിഗണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ദേവഗണത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. അശ്വതി, മകയിരം, പുണർദം, പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ. ഇവയ്ക്ക് സുരഗണം, അമരഗണം എന്നൊക്കെ പേരുണ്ട്. അതായത് ദേവഗണത്തിന്റെ മറ്റ് പേരുകളാണ് സുരഗണം, അമരഗണം എന്നതൊക്കെ. ഗണത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദൈവിക ഗുണങ്ങളുടെ പ്രതിഫലനം തന്നെയാണ് ഈ നക്ഷത്രക്കാർ. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പോകാം. ദേവഗണ നക്ഷത്രക്കാരുടെ സ്വഭാവത്തെ പരിശോധിക്കാം. ദേവഗണ നക്ഷത്രത്തിൽ ജനിച്ച മനുഷ്യർ കുറച്ചൊക്കെ ആദർശവാദികളായിരിക്കും. ജീവിതത്തെ അവർ തത്വചിന്താപരമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നവരാണ്. ദന്തഗോപുരവാസികൾ എന്ന് ആരെങ്കിലും ഇവരെ വിശേഷിപ്പിച്ചാൽ അതിൽ നമുക്ക് തെറ്റു പറയാനില്ല എന്ന് തന്നെ പറയണം. ഇവർക്ക് സ്വപ്നാത്മകമായിട്ടുള്ള ഒരു വീക്ഷണമായിരിക്കും എന്തിനെ കുറിച്ചും എന്നത് പ്രസ്താവ്യമാണ്. വെയിലേൽക്കാതെ തണലത്ത് ഇളം കാറ്റേറ്റ് മധുര സ്വപ്ന ശതാവലികൾ ധ്യാനിച്ചു നിൽക്കുന്ന ഒരു പൂമരം ആയി നമുക്ക് ദേവഗണക്കാരെ വിശേഷിപ്പിക്കാം. ഈ ഉപമ ഏറ്റവും കൃത്യമായി ചേരുക ദേവഗണത്തിൽപ്പെട്ട മനുഷ്യർക്ക് തന്നെയാണ്. ഇനി നമുക്ക് നാലാമത്തെ ഭാഗത്തിലേക്ക് പോകാം. ദേവഗണവും ത്രിഗുണവും. സത്വം, രജസ്, തമസ് ഇങ്ങനെ 3 ഗുണങ്ങളാണുള്ളത്. ത്രിഗുണം. എല്ലാവരിലും 3 ഗുണങ്ങളുമുണ്ട്. ചില ഗുണങ്ങൾ ചില മനുഷ്യരിൽ ഏറിയും കുറഞ്ഞും ഇരിക്കും. ആ ഗുണങ്ങളെ നമുക്ക് ദേവ, അസുര, മനുഷ്യഗണങ്ങളിൽ പ്രകടമായി വ്യത്യാസത്തിൽ കാണാൻ സാധിക്കും. അതായത് ത്രിഗുണങ്ങളിൽ സത്വഗുണം ഏറിയിരിക്കുന്നവരാണ് ദേവഗണ നക്ഷത്രക്കാർ എന്നർത്ഥം. മറ്റു ഗുണങ്ങളെക്കാൾ കുറച്ചുകൂടി മേൽ ഇടപെടുന്നവർ എന്ന അർത്ഥം. അതിനർത്ഥം തമസ്സും രജസ്സും ഇവരിൽ ഇല്ല എന്നല്ല. എല്ലാവരിലും 3 ഗുണങ്ങളുണ്ട് എന്ന് ആർഷജ്ഞാനം പറയുന്നു. പക്ഷേ ദേവഗണക്കാരിൽ സത്വത്തിന്റെ ഭാരം അല്പം കൂടിയിരിക്കും എന്ന് പറയാം. അവരുടെ ശക്തിയും പരിമിതിയും അതുതന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. വിവാഹവും ഗണപ്പൊരുത്തവും. വിവാഹപ്പൊരുത്തത്തിലെ 10 പൊരുത്തങ്ങളിൽ 1 മാത്രമാണ് ഗണപ്പൊരുത്തം. ഗണം ഒന്നായാൽ ഗുണം നന്ന് എന്നൊക്കെ ചൊല്ലുണ്ട്. എന്നാൽ അത് മാത്രമല്ല കാര്യം എന്ന് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ ദേവഗണവും വിവാഹം കഴിക്കുന്നത് ഉത്തമമായിട്ട് കണക്കാക്കാം. ദേവഗണവും അസുരഗണവും കലഹ സാധ്യതയായി പറയാം. ഇത് ഒരു ദേവാസുര യുദ്ധം പോലെ തന്നെ നമുക്ക് വിവക്ഷിക്കാം. ഭർത്താവും ഭാര്യയും ദേവ അസുരഗണങ്ങളിൽ പെട്ടവരാണ് എങ്കിൽ ദാമ്പത്യത്തിൽ ഒരുപക്ഷെ കുരുക്ഷേത്ര സ്മരണകൾ ഒരു ശോകനീലിമയായി കടന്നു വന്നേക്കാം. ദേവഗണ നക്ഷത്രക്കാരും മനുഷ്യഗണ നക്ഷത്രക്കാരും മധ്യമത്തിലാണ് പറയുന്നത്. അതായത് ശരാശരി പൊരുത്തമുണ്ട് എന്നർത്ഥം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. അതിൽ നമുക്ക് ഇവരുടെ ശക്തിയും ദൗർബല്യവുമാണ് പരിശോധിക്കേണ്ടത്. ദേവഗണ നക്ഷത്രക്കാർക്ക് ജന്മനാൽ ഉന്നതമായിട്ടുള്ള പ്രതിഭ ഉണ്ടാകും. പക്ഷെ ആ പ്രതിഭയെ തേച്ചു മിനുക്കാനും ചെത്തി മൂർച്ചപ്പെടുത്താനും എപ്പോഴും ഇവർ തുനിഞ്ഞു എന്ന് വരില്ല.
ജീവിതം എന്നത് പൂക്കൾ വിരിച്ച രാജവഴിയല്ല, കല്ലും മുള്ളും ചെളിയും പൊടിയും കൂടിച്ചേർന്ന ഒരു കഠിന യാത്ര തന്നെയാണ്. അവിടെയാണ് ദേവഗണക്കാർ പലപ്പോഴും പിന്മാറുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സമരമുഖത്ത് നിൽക്കുന്നതിലും ഒഴിഞ്ഞു മാറി നിൽക്കുന്നതിനാണ് ഇവർ താല്പര്യപ്പെടുക. അതിനാൽ തന്നെ നമുക്ക് ഇവരെ സമാധാന പ്രേമികൾ എന്ന് പറയാം. ഈ പഴയ വിശേഷണം ദേവഗണക്കാരിലായിരിക്കും ഏറ്റവും ചേരുക. ഇനി നമുക്ക് 7ാമത്തെ ഭാഗത്തിലേക്ക് പോകാം. അത് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലത്തെ നിശ്ചയിക്കാം. സുന്ദരോ ദാനശീലശ്ച മതിമാൻ സരളഃ സദാ അല്പഭോജി മഹാപ്രാജ്ഞ നരോ ദേവഗണേ ഭവേൽ. സുന്ദരോ എന്നുള്ളത് സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ സൗന്ദര്യം മാത്രമല്ല, ഇവർ മനസ്സിന്റെ സൗന്ദര്യമുള്ളവരുമാണ്. ദാനശീലശ എന്നാൽ ദാനം ചെയ്യുന്നവർ എന്നർത്ഥം. അതായത് ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ദാനശീലമുണ്ട് എന്നർത്ഥം. മതിമാൻ എന്ന വാക്കിന്റെ അർത്ഥം വിവേക ബുദ്ധിയുള്ളവർ എന്നാണ്. സരളഃ സദാ എന്നാൽ എല്ലായ്പ്പോഴും സുതാര്യമായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്നവർ എന്നർത്ഥം. അല്പഭോജി എന്നാൽ അല്പമാത്രം കഴിക്കുന്നവർ എന്നാണ്. ഭക്ഷണത്തെ ഉൾപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും അത് വിശാല അർത്ഥത്തിൽ തന്നെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇന്ദ്രിയത്തെ സംയമനം ചെയ്യാൻ അറിയുന്നവർ എന്നർത്ഥം. മഹാപ്രാജ്ഞോ എന്നാൽ ഇവരുടെ ദീർഘദർശനത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഇവയെല്ലാം ആരിലാണോ ഒത്തുചേരുന്നത് അവരാണ് ദേവഗണത്തിൽപ്പെട്ട മനുഷ്യർ. ദേവനെ മനുഷ്യനാക്കുന്നതും മനുഷ്യനെ ദേവനാക്കുന്നതും പലപ്പോഴും അവരുടെ സാഹചര്യങ്ങളാണ്. ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങൾ പലപ്പോഴും ജീവിതത്തെ ചോദ്യചിഹ്നമാക്കുമ്പോൾ ജ്യോതിഷം ഒരു വെളിച്ചമായി അതിൽ പ്രകാശിക്കും. ആ വെളിച്ചത്തിന്റെ എല്ലാ ആഴങ്ങളും അറിഞ്ഞിരിക്കണമെന്നില്ല. അശ്വതി നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ കേതുവാണ്. മകേര നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ ചൊവ്വയാണ്. പുണർന്ന നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ വ്യാഴമാണ്. പൂയ നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ ശനിയാണ്. അത്തം നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ ചന്ദ്രനാണ്. ചോതി നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ രാഹുവാണ്. അനിഴം നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ ശനിയാണ്. തിരുവോണം നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ ചന്ദ്രനാണ്. രേവതി നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ ബുധനാണ്. ഈ നക്ഷത്രാധിപന്മാരുടെയൊക്കെ സ്വഭാവ സവിശേഷതകൾ ഈ ഗണക്കാരിലേക്ക് പകർന്നു ലഭിക്കും. അതുകൊണ്ട് തന്നെ ദേവഗണത്തിലും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ അല്പസ്വല്പമൊക്കെ കടന്നു വരാം. അതുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ജ്യോതിഷത്തിന്റെ സൗന്ദര്യവും വിശാലതയും. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. ദേവനും മനുഷ്യനും. ദേവനെ മനുഷ്യനാക്കുന്നതും മനുഷ്യനെ ദേവനാക്കുന്നതും പലപ്പോഴും സാഹചര്യങ്ങളാണ്. ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങൾ ജീവിതത്തെ പലപ്പോഴും ചോദ്യചിഹ്നങ്ങളാക്കുമ്പോഴും ജ്യോതിഷം അവിടെ വഴികാട്ടിയായിട്ട് നിലനിൽക്കും. ജ്യോതിഷം എന്നത് ഒരു വെളിച്ചമാണ്. പക്ഷെ അത് തെളിച്ചു തരുന്ന വഴികൾ അവഗണിക്കാതിരിക്കുക എന്ന് മാത്രം. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. വളരെ വിശദമായിട്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നക്ഷത്രത്തെ കുറിച്ച് കേൾക്കുക, അറിയുക. ദേവഗണ നക്ഷത്രം എന്നതായിരുന്നു ഇന്നത്തെ ഋഷിപ്രോക്തത്തിലെ ചിന്താസാരം. ഈ അവതരണം ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. നക്ഷത്രങ്ങൾ വീണ്ടും കഥ പറയുന്ന അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.